വ്യത്യസ്തമായ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വെപ്രാളപ്പെടുകയാണ് ഇന്ന് യൂട്യൂബർമാർ. എന്ത് ചെയ്താലാണ് ജനശ്രദ്ധ നേടിയെടുക്കാൻ കഴിയുക എന്ന ചിന്തയിലാണ് ഓരോരുത്തരും. മെട്രോയിലും ട്രെയിനിലും ബസ് സ്റ്റാൻഡിലും പൊതു ഇടങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും വിമാനത്താവളങ്ങളുമൊക്കെ ഇന്ന് റീൽസ് ഷൂട്ട് ചെയ്യാനുള്ള കേന്ദ്രങ്ങളാണെന്നാണ് പല സമൂഹമാധ്യമ ഇൻഫ്ലുവൻസർമാരുടെയും വിചാരമെന്ന് തോന്നും ചില റീലുകൾ കണ്ടാൽ. ഇത്തരത്തിലൊരു റീൽ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടു. ഒരു കൂട്ടം ആൺകുട്ടികൾ തെരുവിൽ കിടന്ന് തമ്മിൽ തല്ലുമ്പോൾ ഒരു പെൺകുട്ടി അതിനിടയിൽ നിന്ന് അടിയുടെ റീൽസ് ഷൂട്ട് ചെയ്യുന്നു. നിരവധി പേർ ഈ തമ്മിൽ തല്ല് നോക്കി നിൽക്കുകയും ചിലർ അടി കൂടുന്ന കുട്ടികളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ കാണാൻ പറ്റും. ചുറ്റും എന്ത് സംഭവിച്ചാലും ഞാൻ റീൽ ഷൂട്ട് ചെയ്യുമെന്ന ഭാവത്തിലാണ് പെൺകുട്ടി. നിഖിൽ സൈനി എന്ന എക്സ് ഹാൻഡിലിൽ നിന്നും വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഷിംലയിലെ റിഡ്ജ് ഭീകരപ്രവർത്തനങ്ങളുടെ ഹോട്ട്സ്പോട്ടായി മാറിയിരിക്കുകയാണ്. റീൽ നിർമ്മാതാക്കൾ ഈ സ്ഥലം പിടിച്ചെടുത്തു. അത്തരം അസംബന്ധ വീഡിയോകൾ ദിവസവും നിർമ്മിക്കുന്നുണ്ടവർ. ഇന്റർനെറ്റിൽ വൈറലായ വീഡിയോയിൽ ഒരു പെൺകുട്ടി അടിക്കിടയിൽ റീൽ ഉണ്ടാക്കുന്നത് കാണാം. അത് തടയുന്നതിന് പകരം അവരത് കണ്ടന്റ് ഉണ്ടാക്കാനായി ഉപയോഗിക്കുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കാനും പ്രാദേശിക ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. വീഡിയോയിൽ 3-4 ആൺകുട്ടികൾ ഷർട്ട് പിടിച്ചു വലിച്ചും മുടി പിടിച്ചു വലിച്ചും പരസ്പരം അടി കൂടുന്നത് കാണാം. ഇതിനിടെ ഒരു പെൺകുട്ടി തല്ലുകൂടുന്നവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. നിരവധി പേർ ഈ തമ്മിൽ തല്ലി ആസ്വദിച്ചു നിൽക്കുന്നതും കാണാം. ഇതിനിടയിലൂടെയാണ് ഒരു പെൺകുട്ടി ചിരിച്ചു ഉല്ലസിച്ചുകൊണ്ട് റീൽസ് വീഡിയോയ്ക്കായി പോസ്റ്റ് ചെയ്യുന്നതും. പെൺകുട്ടിയുടെ പ്രവൃത്തി സമൂഹമാധ്യമ ഉപയോക്താക്കളിൽ വലിയ രോഷത്തിന് കാരണമായി. ഒരു കൂട്ടം ആളുകൾ തമ്മിൽ തല്ലുമ്പോൾ അതിനിടയിലൂടെ ചിരിച്ചുകൊണ്ട് റീൽസ് ഷൂട്ട് ചെയ്ത പെൺകുട്ടിയുടെ മാനസികാവസ്ഥയെ ഓർത്ത് ചിലർ പരിതപിച്ചു. മറ്റ് ചില കാഴ്ചക്കാരാകട്ടെ പെൺകുട്ടിയെ ട്രോളിക്കൊണ്ടും രംഗത്ത് വന്നു. വിവേകശൂന്യവും മനുഷ്യത്വരഹിതവുമായ നടപടിയെന്ന് ചിലർ ചൂണ്ടിക്കാണിച്ചു. അവർക്ക് ഒരിക്കലും പൗരബോധമുണ്ടാകില്ല എന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ എഴുതിയത്. ഇത് വളരെ നിർവികാരവും മനുഷ്യത്വരഹിതവുമാണെന്നാണ് മറ്റൊരാൾ കുറിച്ചത്. ദയനീയം, നിർഭാഗ്യവശാൽ നിയമത്തിൽ ഇത്തരക്കാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും മറ്റൊരാൾ കുറിച്ചു.